അപ്പോൾ ഇന്നത്തെ നമ്മളെ പരീക്ഷണം ഈ സ്മൂതിൻ്റെ ഈ ഒരു ജ്യൂസ് ബോട്ടിൽ വെച്ചിട്ടാണ്. ഇഷ്ടപ്പെടാത്തവരൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ചെറിയ ഒരു ബോട്ടിലാണിത്. അപ്പോൾ നമുക്ക് ക്യൂട്ടായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട് എന്താണെന്ന് ഞാൻ ഓർക്കാതെയാണ് ഫസ്റ്റ് ഇതിന് മൊത്തം വൈറ്റ് അടിച്ച് കൊടുക്കുന്നത്. കുറേ ആയിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വൈറ്റ് ഉണങ്ങി എനിക്ക് തോന്നുന്നു 2 ആഴ്ചത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ ബാക്കി എന്താണെന്ന് ചിന്തിച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഞാനത് പെയിൻ്റ് അടിച്ച കാര്യമേ മറന്നുപോയി കേട്ടോ. അങ്ങനെ ഞാൻ മോൾഡിറ്റ് മേടിച്ചു. മോൾഡിറ്റ് തമ്മിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാർഡ്നറും റെസിനും ഒരുപോലെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. എനിക്ക് ചെറിയ പാക്കറ്റാണ് കിട്ടിയത്, അതുകൊണ്ട് മൊത്തത്തിൽ ഞാനെടുത്ത് മിക്സിയാണ് ചെയ്തത്. അങ്ങനെ 2 പാക്കറ്റായിട്ടാണ് മേടിച്ചത്. പക്ഷേ ഇത് ചെയ്ത് മൊത്തത്തിൽ ഞാൻ ഈ ഒരു മോൾഡിറ്റ് വെച്ച് കവർ ചെയ്തപ്പോൾ തികയാതെ വന്നപ്പോൾ അടിയത്തെ പോർഷൻ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഫസ്റ്റ് ഞാനത് ആ ഒരു ക്യാപ്പിൻ്റെ ഭാഗത്തൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ ആ നടുഭാഗം, പിന്നെ മൊത്തത്തിൽ. പക്ഷെ ആ മൊത്തത്തിൽ അടിഭാഗത്ത് ചെയ്തത് ഞാൻ കട്ട് ചെയ്ത് പിന്നെ മാറ്റിയെടുക്കുന്നുണ്ട്. കാരണം എനിക്ക് വേറെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട്. പിന്നെ അടിഭാഗത്ത് അത് അത്ര നിർബന്ധമല്ലായിരുന്നു കേട്ടോ. പിന്നെ അത് ചെറിയൊരു പീസ് എടുത്തിട്ട് മുടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ബേബി ശാലിനി ടൈപ്പ് മുടിയില്ല, അതാണ് ചെയ്ത് കൊടുത്തത്. എനിക്കൊരു ഊഹമില്ലാതായിട്ട് ഞാൻ ചെയ്യുന്നത്. ഞാനിതൊരു ഉദ്ദേശിക്കുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ചബ്ബിയായിട്ടുള്ളൊരു ചെറിയൊരു പെൺകുട്ടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ച് തുടങ്ങിയത്. പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മുടി എന്തോ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ എക്സ്റ്റൻഷൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു ഉടുപ്പിൽ ഞാൻ ബോ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോൾഡിറ്റ് പെട്ടെന്ന് തന്നെ ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ടിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ. അതിൻ്റെ മുടി തന്നെ ഞാൻ വീണ്ടും മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ 2 സൈഡിലേക്കും തൂങ്ങി കിടക്കുന്ന രീതിയിൽ മുടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പരീക്ഷണമായതുകൊണ്ട് തന്നെ ഇത് എവിടെ ചെന്നെത്തും യാതൊരുവിധ ഐഡിയ ഇല്ലാതെ എനിക്ക് തോന്നിയതാട്ടെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഇതാ മുടിയിലൊക്കെ വര ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ മുടീൻ്റെ അഴകൾ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വീഡിയോയിൽ ഞാൻ ഇത്ര തന്നെ ഉൾക്കൊള്ളിക്കണുള്ളൂ. ഇത് പിന്നെ ഡ്രൈ ചെയ്യാനായിട്ട് ഞാൻ വെക്കുന്നത്. ഇതിൻ്റെ പെയിൻറ്റിങ് ഞാനിപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരാം. ഇത് പാർട്ട് 1 ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ പെയിൻറ്റിങ് സീരീസ് നമ്മൾ തുടരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണേ. ബൈ.